ഹായ് ഡിയേഴ്സ്, സാധാരണ സ്റ്റിച്ചിങ് മെഷീനിൽ എങ്ങനെയാണ് സ്കാലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത്. അതും ആങ്കർ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 12 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇങ്ങനെ 2-3 ആങ്കർ ത്രെഡ് ഉണ്ടെങ്കിൽ ഒരു ഷോള് ഫുള്ളായിട്ട് 4 സൈഡും നമുക്ക് സ്കാലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പാഷൻ മേക്കറിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പോഴാണ് നല്ല നീറ്റായിട്ട് കിട്ടുക. പക്ഷേ ചില മെറ്റീരിയലിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു പേപ്പറിൻ്റെ അംശങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പേപ്പർ മാറ്റിയെടുക്കുക എന്നുള്ളത്. അതിന് വ്യക്തമായൊരു മറുപടി എനിക്ക് കൊടുക്കാനായിട്ടില്ല. കാരണം ചില മെറ്റീരിയലിൽ നിന്ന് പേപ്പർ പോയി കിട്ടണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇത് നമ്മൾ ആങ്കർ ത്രെഡിൻ്റെ ആ പേപ്പറുകളൊന്നും മാറ്റാതെ ഒരു സൈഡിൽ നിന്ന് നൂലിങ്ങനെ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കെട്ടുകളൊന്നും കൂടാതെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നീട് ഇത് ബോബിനിൽ ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് കുറച്ച് സമയം വേണ്ടതുള്ളൂ. അത് നമ്മൾ മെഷീനിൽ ചുറ്റിയെടുത്താൽ ശരിയാവില്ല, കൈ വെച്ചിട്ട് തന്നെ ചുറ്റി കൊടുക്കണം. പിന്നെ കേസിൽ കാണുന്ന ഈ വലിയ സ്ക്രൂ ഉണ്ടല്ലോ, അതൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോഴാണ് ഇവിടുത്തെ ഈ ഹോള് കുറച്ച് വലുതായിട്ട് കിട്ടുക. ഈ ഒരു ആങ്കർ ത്രെഡ് കുറച്ച് കട്ടി കൂടുതലല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് പോരാനായിട്ടാണ് അവിടെ ലൂസാക്കി കൊടുക്കുന്നത്. നല്ല പോലെ ലൂസായിട്ടുണ്ടെങ്കിലും നല്ല പോലെ ടൈറ്റ് ആയാലും പറ്റില്ല കേട്ടോ. ഒരു മീഡിയം ആ ഒരു രീതിയിൽ നമുക്ക് അറിയാമല്ലോ ആ നൂലിങ്ങനെ എടുക്കുമ്പോൾ ടൈറ്റാണോ ലൂസാണോ എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം ഒരു ലൂസിലാണ് വേണ്ടത്. പിന്നീട് നമ്മൾ ഷോളിൻ്റെ ചീത്ത വശത്താണ് സ്കാലപ്പ് ഇതുപോലെ വരച്ചെടുക്കേണ്ടത്. എന്നിട്ട് മെഷീൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ സാധാരണ സ്റ്റിച്ചിങ് മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടുന്ന ആ ഒരു ത്രെഡും അടിഭാഗത്താണ് നമ്മൾ ഈ ആങ്കർ ത്രെഡ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഷോളിൻ്റെ ചീത്ത വശത്ത് അടിച്ചെടുക്കുമ്പോൾ മുകൾ ഭാഗത്തുള്ള സ്റ്റിച്ച് സാധാരണ നൂലും അടിഭാഗത്തുള്ള സ്റ്റിച്ചാണ് ആങ്കർ ത്രെഡിൻ്റെ സ്റ്റിച്ചും വരുന്നത്. അപ്പോഴാണ് നല്ല ഭാഗത്ത് നമ്മളെ സ്കാലപ്പ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്ത ആ ഒരു ഇതിലൂടെ തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല സ്ലോ ആയിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. വീഡിയോയിൽ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. നല്ല പോലെ സ്ലോ ആയിട്ട് ചെയ്താലാണ് നല്ല നീറ്റിൽ കിട്ടുകയുള്ളൂ. ഈ ഒരു കർവ് വരുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. ആ ഒരു റിസ്ക് മാത്രമാണുള്ളത്. പിന്നെ ഒരു സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി കട്ടിയിലാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടെ ആ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ഒരു പ്രാവശ്യം കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് ഇതിനായിട്ട് ചിലവാകും. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കത്രിക വെച്ചിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ മെഴുകുതിരി വെച്ചിട്ട് ഞാൻ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്താലും മതി. അതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും കാണിക്കാത്തത്. ആകെ 24 രൂപയാണ് എനിക്ക് ഈ ഒരു സ്കാലപ്പിനായിട്ട് ചിലവായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ.